നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ആരത്രിക ഹാളിൽ നടന്നു. പ്രസിഡന്റ് KA ഖദീജ ബി അധ്യക്ഷത വഹിച്ചു. വാൽപ്പാറ മുണ്ടത്തിക്കോട് ദുരന്തങ്ങളിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രമേയം EV രമേശൻ അവതരിപ്പിക്കുകയും മൗനമാചരിക്കുകയും ചെയ്തു. സെക്രട്ടറി CS തിലകൻ അവതരിപ്പിച്ച 2026 മാർച്ച് മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് യോഗം അംഗീകരിച്ചു. പുതിയതായി രൂപീകരിച്ച വനിതാ ഗ്രൂപ്പിന് വോളണ്ടിയർ പരിശീലനം നൽകാനും യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് PK റഹീം നന്ദി പറഞ്ഞു. ആൽഫ കൊച്ചി സെന്ററിന് ആംബുലൻസ് കൈമാറുന്നതിനുള്ള ചർച്ചകൾക്കായി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർപ്പു ഫൗണ്ടേഷൻ പ്രതിനിധികൾ സെന്ററിലെത്തി. മാർപ്പു ഫൗണ്ടേഷൻ ചീഫ് പാർട്ണർഷിപ്പ് ഓഫീസർ ടൈറ്റസ് കിരൺ, അക്ഷയ് എന്നിവരെ സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം, സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം പ്രൊഫസർ TP ജമീല, ജോയിന്റ് സെക്രട്ടറി KU ബാബ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൽസ്റ്റോൺ ടെക്നോളജീസിന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന മാരുതി ഇക്കോ ആംബുലൻസ് തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ കൈമാറാൻ തീരുമാനിച്ചു. ആൽഫ മാള സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ കനത്ത ചൂട് പരിഗണിച്ച് വടമയിലെ സന്നദ്ധ പ്രവർത്തക സംഘടനയായ മുബാരക് വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങൾ സെന്ററിലെത്തി എയർ കണ്ടീഷണർ കൈമാറി. 15 അംഗ സംഘമാണ് സെന്ററിലെത്തിയത്. ആൽഫ മാള സെന്റർ പ്രസിഡന്റ് AA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഹർഷാദ് പുളിക്കൽ, സെക്രട്ടറി ലിസി ജോണി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. കൂട്ടായ്മയുടെ സഹായത്തിന് സെന്റർ ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.